ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 40 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് കേരളത്തിലെ മൂന്നാമത്തെ വിശുദ്ധ മറിയം ത്രേസ്യായുടെ തിരുനാൾ ആചരിക്കുകയാണ്. ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ സ്ഥാപക ആണ് ഈ മറിയം ത്രേസ്യ. ഏറെ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുന്ന ഒരു കാര്യം, റോമിൽ എനിക്ക് ആദ്യമായിട്ട് പോകാൻ ഭാഗ്യം ലഭിച്ചത് ഈ മറിയം ത്രേസ്യായുടെ നാമകരണ നടപടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പർപ്പസിൽ ആയിരുന്നു എൻ്റെ ഇൻവിറ്റേഷൻ ലഭിച്ചത്. അത് വെച്ചുകൊണ്ടാണ് പേപ്പർ വർക്ക് നടത്തിയതും റോമിലേക്ക് പോയതും മറിയം ത്രേസ്യായുടെ ഈ നാമകരണ നടപടിയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതും നന്ദിയോടെ ഓർക്കുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു പ്രേക്ഷിത എന്ന നിലയിലാണ് ഈ സഹോദരി അറിയപ്പെടുക. പുതുതായിട്ട് ഒരു കോൺഗ്രിഗേഷൻ ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഏറെ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയിലൂടെ തമ്പുരാനെ കണ്ടെത്തുകയും തമ്പുരാനെ ജീവിതത്തിലൂടെ പകർത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു മറിയം ത്രേസ്യാമ്മ. ഒട്ടേറെ സാമ്പത്തിക ബാധ്യതകളും പ്രാരംഭത്തിൻ്റെ ബാലാരിഷ്ടതകളുമൊക്കെ താണ്ടി ഒരു കോൺഗ്രിഗേഷനെ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ അമ്മയും അമ്മയുടെ കൂടെയുണ്ടായിരുന്നവരും തിരഞ്ഞെടുത്ത മാർഗം സാധു സേവനമായിരുന്നു. ആശുപത്രികളിൽ കിടക്കുന്ന രോഗികളെ സന്ദർശിക്കുക, രോഗികളായ വ്യക്തികളുള്ള ഭവനങ്ങളിൽ സന്ദർശിക്കുക, അങ്ങനെ എളിയ പ്രവർത്തനങ്ങളിലൂടെ ഗ്രാമതലങ്ങളിൽ, ഇടവക തലങ്ങളിൽ പ്രവർത്തിച്ച ഒരു കോൺഗ്രിഗേഷൻ്റെ തുടക്കക്കാരി എന്ന നിലയിൽ മറിയം ത്രേസ്യ പുണ്യവതി ഇന്ന് അനുസ്മരിക്കപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ സാന്നിധ്യം ദൈവജനം ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ അത് കൊടുക്കുവാനുള്ള മനസ്സും സന്നദ്ധതയുമായിരുന്നു ഈ അമ്മയുടെയും കോൺഗ്രിഗേഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമുക്ക് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്. അന്ത്യവിധി നാളിൽ ഈശോ വാനമേഘങ്ങളിൽ മഹത്വത്തിൻ്റെ രാജാവായി എഴുന്നള്ളി വരുമ്പോൾ ദുഷ്ടനെയും ശിഷ്ടനെയും രണ്ടായി വേർതിരിച്ച് നിർത്തുന്ന വേളയിൽ പിതാവായ ദൈവം പുത്രനെ അധികാരിയായി രാജാവായി സ്ഥാപിച്ച് വാനമേഘങ്ങളിൽ ഉപവിഷ്ടനാക്കിയപ്പോൾ അവിടുന്ന് തൻ്റെ വലതുഭാഗത്തുള്ളവരെ അഭിനന്ദിച്ചും ഇടതുഭാഗത്തുള്ളവരെ കുറ്റപ്പെടുത്തിയും സംസാരിച്ച വിഷയം ഏറെ ഗൗരവമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈശോയുടെ ചോദ്യം, നീ മുടങ്ങാതെ പള്ളിയിൽ പോയിട്ടുണ്ടോ? മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? നീ ഇടവകയിലെ കൈക്കാരനായിരുന്നോ? നീ പാരിഷ് കൗൺസിൽ മെമ്പറായിരുന്നോ? നീ ഇടവകയിലെ തിരുനാൾ നടത്തിയിട്ടുണ്ടോ എന്നൊന്നുമല്ല. അവിടുത്തെ ചോദ്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ആശുപത്രിയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചു. നമ്മളുടെ പ്രവർത്തന മേഖല ഒരുപക്ഷെ ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അടുക്കിലേക്ക് ആകണം എന്ന് പ്രത്യേകമാവിധം ആഗ്രഹിച്ച മറിയം ത്രേസ്യായും സംഘവും തങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ വ്യാപ്തി വലുതാക്കിയെങ്കിൽ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് ഈ ഒരു വിളി സ്വീകരിക്കാനാണ്. മറിയം ത്രേസ്യയും സഹോദരിമാരും ദേവാലയത്തിൽ നിന്ന് വിട്ട ഒരു പ്രവർത്തനമായിരുന്നില്ല. ഏറെ വിഖ്യാതയായ കൽക്കട്ടയിലെ മദർ തെരേസ സാധുജന സേവനത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ വലിയ കയ്യടി വാങ്ങിയ ജനം ഏറ്റെടുത്ത ശുശ്രൂഷയുമായിട്ട് അമ്മ മുന്നോട്ട് പോയി.
ലോകം മുഴുവൻ അമ്മയെന്ന് വിളിച്ച മദർ തെരേസയെ അഭിനന്ദിച്ചു. അമ്മയുടെ മരണത്തിൻ്റെ നാളിൽ ലോകത്തിലുള്ള സകല പത്രങ്ങളിലും വന്ന മെയിൻ ഹെഡിങ് അമ്മ മരിച്ചു എന്ന. പാപങ്ങളുടെ അമ്മയായി ലോകം മുഴുവൻ അറിയപ്പെട്ട മദർ തെരേസ എങ്ങനെയാണ് ഈ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് അമ്മയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. അമ്മയുടെ ജീവചരിത്രം പഠിക്കാനെത്തിയ പത്രപ്രവർത്തകനായ ഒരു മനുഷ്യൻ സാധുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ പുഴുവരിക്കുന്ന മുറിവുകൾ വച്ച് കെട്ടാനും കാർക്കിച്ചു തുപ്പുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനുമൊക്കെ കാണിച്ച മനസ്സ് ഒട്ടേറെ പ്രാതികൂല്യങ്ങളുടെ നടുവിൽ ഈശോയ്ക്ക് വേണ്ടി സാധുജനങ്ങളെ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, തെരുവിൻ്റെ മക്കളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് അമ്മയോടുള്ള ചോദ്യം. അമ്മ കൊടുത്ത മറുപടി ആ പത്രപ്രവർത്തകൻ്റെ കയ്യിൽ പിടിച്ച് നേരെ മുന്നോട്ട് നടക്കുകയായിരുന്നു. അടഞ്ഞുകിടന്ന ഒരു വാതിൽ തള്ളി തുറന്ന് അമ്മ അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. കുറേയേറെ സിസ്റ്റേഴ്സ് ആ സമയത്ത് ദിവികാരൻ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് അവിടെ പ്രാർത്ഥനയോടെ മുട്ടുമേൽ നിന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. ദിവികാരൻ ഈശോയുടെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പത്രപ്രവർത്തകനോട് അമ്മ പറഞ്ഞു, അവനാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയപ്പെട്ടവരെ, സാധുജന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പള്ളിയിൽ പോകണ്ട, കുരിശ് വരയ്ക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, കുർബാന സ്വീകരിക്കേണ്ട എന്നൊന്നും അല്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ കരുത്ത് ലഭിക്കേണ്ടത് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. ദേവാലയബദ്ധമായ ഒരു ജീവിതം നയിക്കുന്നവന് മാത്രമേ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കാനാകൂ എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പാവപ്പെട്ടവൻ്റെ ഭവനത്തിൽ ചെന്ന് അവനെ ആശ്വസിപ്പിക്കണമെങ്കിൽ, അവൻ്റെ ഹൃദയത്തിൽ തൊടുന്ന വാക്കുകൾ പറയണമെങ്കിൽ ദിവ്യകാരുണ്യം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രവർത്തിക്കണം. സാന്ത്വനത്തിൻ്റെ വാക്കുകൾ പറയാനും ആശ്വാസത്തിൻ്റെ വചസ്സുകൾ ഉരുവിടാനുമൊക്കെ നമുക്ക് സാധിക്കുന്നത് ദിവ്യകാരുണ്യ ഭക്തിയിൽ നിന്നാണ്. ദൈവത്തോട് ചേർന്ന് ദേവാലയബന്ധിയായൊരു ശുശ്രൂഷയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ മുറുകെ പിടിക്കാൻ മറക്കരുത്. കുമ്പസാരവും കുർബാനയും മുടക്കരുത്. ഇടവക ബന്ധിയായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ആ കൂടെ നാം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു മേഖലയാണ് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഉപേക്ഷയാലുള്ള പാപത്തിൻ്റെ വലിയൊരു തലം നമ്മൾ കണ്ടോ മറന്നോ പോകുന്നുണ്ടോ എന്നത് ഗൗരവത്തിൽ പരിചിന്തനം നടത്തേണ്ട വിഷയമാണ്. സഹായമർഹിക്കുന്ന അനേകരെ കണ്ടില്ലെന്ന് നടിച്ചു പോകുന്നവന് ദൈവരാജ്യത്തെ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് തന്നെയാണ് ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി. പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്പുരാന് പ്രീതികരമായ ജീവിതം നയിക്കാം. ഉപേക്ഷിക്കപ്പെട്ടവനിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും യേശുവിനെ കണ്ട് അവനെ സ്വന്തമാക്കാനുള്ള തീരുമാനം ഈശോയ്ക്ക് കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മറിയം ത്രേസ്യ പുണ്യവതി നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.